ആവശ്യങ്ങൾക്ക് അറുതിയില്ലാത്തവരാണ് ദരിദ്രർ എന്നാണ് എന്റെ പക്ഷം. ആവശ്യങ്ങൾക്ക് അവസാനമില്ലാത്തവർ ഒരിക്കലും തൃപ്തരാകുന്നുമില്ല. ഞാൻ ദരിദ്രനായ പ്രസിഡന്റല്ല, ശാന്തനായ പ്രസിഡന്റാണ്. ഹോസെ മുജിക്കയുടെ വാക്കുകളാണിത്. ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ്, സമ്പന്ന രാജ്യത്തെ ദരിദ്രനായ പ്രസിഡന്റ്, വിനയവും പുരോഗമനപരമായ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും ശ്രദ്ധേയനായ വ്യക്തി. 1935 മെയ് 20 സാധാരണ പുഷ്പകർഷക കുടുംബത്തിലാണ് ഹോസെ മുജിക്കയുടെ ജനനം. പോരാട്ടങ്ങൾ നിറഞ്ഞ ജീവിതം. ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ ആകർഷകനായ അദ്ദേഹം 1960-70 കാലയളവിൽ ഇടതു സായുധ സംഘമായ ഉറുഗ്വാൻ ഗറില്ല സംഘടനയായ തുപ്പമാരോസയുടെ ധീരനായ പോരാളിയായിരുന്നു. ഇതിനിടയിൽ 6 തവണ വെടിയേറ്റു, നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചു. 1970കളിലും 80കളിലും സൈനിക സ്വേച്ഛാധിപത്യ കാലത്ത് അറസ്റ്റിലായ അദ്ദേഹം 14 വർഷം ഏകാന്ത തടവിൽ ക്രൂരമായ പീഡനങ്ങൾക്കിരയായി. 2020 നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും വേദനകളും മുജിക്ക പറഞ്ഞിട്ടുണ്ട്. 1982 ഉറുഗ്വയിൽ ജനാധിപത്യം പുനഃസ്ഥാപിച്ചപ്പോൾ ഹോസെ മുജിക്ക ജയിൽ മോചിതനായി. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. ഇടതുപക്ഷ പാർട്ടികളുടെ ബ്രോഡ് ഫണ്ട് സഖ്യത്തിലെ അംഗമായ മുജിക്ക 2005 മുതൽ 2008 വരെ കന്നുകാലി കൃഷി മത്സ്യബന്ധന മന്ത്രിയായി. പിന്നീട് സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ജനങ്ങളോടുള്ള അനുകമ്പയും വിനയവും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. 2009 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും 2019 മാർച്ച് 1 പ്രസിഡന്റായി അധികാരമേൽക്കുകയും ചെയ്തു. 2010 മുതൽ 15 വരെ ഉറുഗ്വയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് മുജിക്ക ലോകശ്രദ്ധ നേടുന്നത്. ഗർഭഛിദ്രവും സുവർഗ വിവാഹവും നിയമവിധേയമാക്കൽ ഉൾപ്പെടെ നിർണായകമായ നിരവധി തീരുമാനങ്ങൾ ഉറുഗ്വ ഏറ്റെടുത്തത് മുജിക്കയുടെ കാലത്തായിരുന്നു. 5 വർഷത്തെ ഭരണം കൊണ്ട് ഉറുഗ്വയെ സമ്പന്ന രാജ്യമാക്കി മാറ്റാനും അദ്ദേഹത്തിന് സാധിച്ചു. രാജ്യത്ത് തൊഴിലവസരങ്ങളും കൃഷിയും വർദ്ധിച്ചു. വിദ്യാഭ്യാസം നേടിയവരുടെ എണ്ണവും വർദ്ധിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തും വൻ കുതിപ്പുണ്ടായി. പ്രസിഡന്റ് ആയിരുന്ന 5 വർഷക്കാലവും ഔദ്യോഗിക വസതിയോ സുഖജീവിതമോ അദ്ദേഹം ഉപയോഗിച്ചിരുന്നില്ല. സ്വന്തം വീട്ടിൽ അതുവരെ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അങ്ങനെ തന്നെ ജീവിക്കാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചത്. ഗതാഗത മാർഗമായി 1987 ഫോക്സ് വാഗൺ ബീറ്റിലും 60 വർഷം പഴക്കമുള്ള സൈക്കിളും ഉപയോഗിച്ചു. ഒഴിവു സമയങ്ങളിൽ കൃഷിയിലേക്കും പൂന്തോട്ടങ്ങൾ പരിപാലിക്കുന്നതിലേക്കും ശ്രദ്ധ ചെലുത്തി. തനിക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ ഭൂരിഭാഗവും പാവപ്പെട്ടവർക്ക് ചിലവഴിക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. പൂക്കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ടു പോയത്. ലോകത്തെ ഏറ്റവും ദരിദ്രനായ പ്രസിഡന്റ് എന്ന് പ്രതിപക്ഷം പോലും വിശേഷിപ്പിച്ചതിന്റെ കാരണവും അതുതന്നെയാണ്. ഉറുഗ്വ എന്ന സാധാരണ രാജ്യത്തെ തന്റെ സ്വന്തം ജീവിതം കൊടുത്ത് ജനാധിപത്യത്തിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടുപോയ നേതാവായിരുന്നു മുജിക്ക.